ടാർജറ്റിനെ ടാർജറ്റ് പേടിപ്പെടുത്തുന്ന ഒരു സംഭവമാണ്. പക്ഷെ നല്ല ഇൻസെന്റീവ് കൊടുക്കുന്ന സെയിൽസ് ആൾക്കാർ ഏറ്റവും കൂടുതൽ ഇൻസെന്റീവ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കും. സോ ദാറ്റ് ഈസ് ഈ സീര. കാരണം അവന് ഇഷ്ടമുള്ള ഒരു കാര്യം അങ്ങോട്ട് കൊടുത്തിട്ട് അവനേക്കാളും വലിയൊരു കാര്യം ഇങ്ങോട്ട് നേടിയെടുക്കുകയാണ്. ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം വായിക്കുന്ന ഒരു പുസ്തകമാണ് ദ സക്സസ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞ ബുക്ക്. അതില് ഒരു ലേഡി ചോദിക്കുന്നുണ്ട്, ഓക്കെ, ഓപ്പൺ ആയിട്ട്, ഡയറക്റ്റ് ഓപ്പൺ ആയിട്ട് മീറ്റിംഗിൽ അവർ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് നടത്തുന്നതാണ്. അവർ ചെന്നിട്ട് ബോസിന്റെ അടുത്ത് ചോദിക്കും, ബോസ്, ഞങ്ങൾ ഇത്രയും ടാർജറ്റ് അറ്റൈൻ ചെയ്താൽ നിങ്ങൾ എന്ത് തരും? ഇപ്പൊ പുള്ളി പറയും, ഓക്കെ, നമുക്ക് ഇന്ന ഐലൻഡിൽ ഒരു 4 ദിവസത്തെ ട്രിപ്പ്, ഇന്ന ഐലൻഡിൽ 4 ദിവസത്തെ ട്രിപ്പ്. പുള്ളി അത് ഓഫർ ചെയ്യാണ്. ചോദിച്ചു വാങ്ങിയതാണ്ടോ. അപ്പൊ ഇന്ന ദിവസം ട്രിപ്പ് കൊടുക്കാന്ന് പറഞ്ഞു. നെക്സ്റ്റ് മന്ത് ആ എൻറ്റയർ സെയിൽസ് ടീം ആ ടാർജറ്റ് ചെയ്ത് അവര് 4 ദിവസം അവിടെ പോയി അടിച്ചു പൊളിച്ചു. കാര്യം ബോസിന് അതിന്റെ ചെലവുകളൊക്കെ വന്നു, ഫ്ലൈറ്റ് ടിക്കറ്റ് അടക്കം പൈസയൊക്കെ വന്നു. പക്ഷെ ഹി അച്ചീവ്ഡ് മോർ. നെക്സ്റ്റ് മന്ത് പുള്ളി പറഞ്ഞു, പുള്ളി പിന്നെ ഇങ്ങോട്ട് ഇരയിട്ട് തുടങ്ങി, ഓക്കെ, നമുക്ക് ഈ മാസം ടാർജറ്റ് അടിക്കണമെങ്കിൽ ഇന്ന സാധനം ചെയ്യാം. ഇതുപോലെയാണ് നമ്മുടെ ലൈഫിൽ മറ്റുള്ളവർക്ക് നമുക്കൊരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി ഇതുകൊണ്ട് അവർക്ക് എന്താ ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുകയും അതിനെ അനുസരിച്ച് അവരെ കൊണ്ട് വർക്ക് ചെയ്യുകയും ചെയ്യുമ്പോൾ അവർക്ക് ദേ നെവർ ഫീൽ ദാറ്റ് ദേ ആർ വർക്കിംഗ്. ഒരു ടാർജറ്റ് ഒക്കെ കൊടുത്ത് വർക്ക് ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിരിക്കും, ടെൻസ്ഡ് ആയിരിക്കും, അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഫാമിലി ലൈഫിൽ തന്നെ നമ്മൾ കുട്ടികളെ കൊണ്ട് കാര്യം ചെയ്യിക്കുന്നത്, ഹസ്ബൻഡിനെ കൊണ്ട് കാര്യം ചെയ്യിപ്പിക്കുന്നത്. നിങ്ങൾക്കറിയാം, ഒരു വീട്ടില് ആര് പറയുന്ന കാര്യങ്ങൾ നടക്കുക? ചോദിച്ചോട്ടെ. ഒരു വീട്ടിൽ ആര് ആഗ്രഹിക്കുന്ന തീരുമാനിക്കുന്ന കാര്യങ്ങൾ നടക്കുക? ഭാര്യയും ഭർത്താവൊക്കെ ഒരു വീട്ടില് സത്യം പറയണം, ആര് വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കാം? ഇവിടെ ഭാര്യയും ഭർത്താവുള്ളവരില്ലേ? ഫാദർ, ഓഹോ, പിന്നെ ജെനുവനായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കും. ഒരു ഏറ്റവും കൂടുതൽ ഒരു ആവറേജ് പെർസെന്റേജ് വെച്ച് പറഞ്ഞു കഴിഞ്ഞാല് ആര് വിചാരിക്കുന്ന കാര്യങ്ങൾ നടക്കാം? ഞാൻ പറയാം, വീട്ടിലെ അമ്മമാര് എന്താ അടുക്കള എന്റെ ഭാര്യ വിചാരിക്കുന്നത്. ആ, അടുക്കള മാത്രല്ല. പിന്നെ വേറെ ബഷീർ സാർ പറഞ്ഞു. പ്രകാശൻ സാർ എന്താ പറഞ്ഞ കേട്ടില്ല. ഞാൻ പറഞ്ഞത് തന്നെയാണ്, ഭാര്യമാര് വിചാരിക്കുന്ന നടക്കുന്നത്. പ്രകാശൻ സാർ സത്യം പറഞ്ഞു. 90% വീടുകളിലും എന്താ പറയാ, ഭാര്യമാര് വിചാരിക്കുന്ന കാര്യങ്ങളെ നടക്കുള്ളൂ. അവര് മോശമായിട്ട് പറയുന്നതല്ല, അവര് വിചാരിക്കുന്നേ നടക്കുള്ളൂ. പറയുമ്പോ ഭർത്താവാണ് ഡിസിഷൻസ് ഒക്കെ എടുക്കുന്നത്. പക്ഷെ ആ ഡിസിഷൻസ് മുഴുവനും ആരുടെ ഡിസിഷൻസ് ആയിരിക്കും? അതായത് ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് ചോദിച്ചില്ലേ, ഈ വീട്ടില് എവിടെ ആര് ഏത് വരെ പോണെന്ന്, അല്ലെങ്കിൽ ഏത് വരെ പോണെന്നുള്ളത് ഞാൻ മീൻസ് ഞാൻ പറയണ വരെ മാത്രമേ അവള് പോകുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന പോലെ അവള് ചെയ്യുള്ളൂ. പക്ഷെ എന്ത് പറയണം എന്നുള്ളത് അവള് പറയും. കാര്യം അത് ഭാര്യമാരുടെ പ്രത്യേകം ഞേക്കുക. ഞാൻ അവരെ മോശം പറയുന്നതല്ല. നിങ്ങൾ നോക്കിയോ, ഒരു വീടിന്റെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത്, അവർ ഏറ്റവും നല്ല കാര്യത്തിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്യുന്നത്, അത് കൂടുതലും ഭാര്യമാരായിരിക്കും. കാര്യം അത് അവർക്ക് അറിയാം, ഭർത്താവിനെ കൊണ്ട് ആ ഒരു ഡിസിഷനിലേക്ക് എത്തിക്കാൻ അവർക്കറിയാം. പറയും ഭർത്താവ് ചാടിക്കടിക്ക് നടക്കൂല എന്നൊക്കെ പറയും. പക്ഷെ തുടക്കം നടക്കില്ല എന്ന് പറഞ്ഞാലും നിങ്ങൾ നോക്കിക്കോ, ദിവസങ്ങൾ കഴിയുമ്പോൾ അവസാനം ഭാര്യ ആഗ്രഹിച്ച കാര്യത്തിലേക്ക്, നല്ല ഭാര്യമാരാണെങ്കിൽ, അല്ലെങ്കിൽ അവർ ഡൈവേഴ്സ്ഡ് ആയിരുന്നു, അവർക്ക് അവരുടെ തീരുമാനങ്ങളൊക്കെ സ്വാധീനിക്കാൻ പറ്റും. സോ ബെറ്റർ ഗീവ് തിങ്സ്. സോ ഞാൻ ഇത് ഈ പോയിന്റിൽ അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. സോ വൺ ഓഫ് ദ തിങ്സ് ലൈക്ക് ലൈഫിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വേണമെങ്കിൽ എപ്പോഴും നിങ്ങൾ വെറുതെ ചോദിക്കാതെ അവർക്ക് അതുകൊണ്ട് എന്താ ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭയങ്കര ഈസി ആയിട്ട് മാറും. അതുപോലെ നമ്മൾ കൊടുക്കുകയും വേണം. ഞാൻ ഏറ്റവും കൂടുതൽ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നേരത്തെ നമ്മുടെ ഒരു സാറ് പറഞ്ഞ പോലെ വിക്ടിം മെന്റാലിറ്റിയാണ്. നമ്മളൊരു ഇരയായി മാറുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ ലൈഫിൽ മൊത്തമുള്ളത്. നിങ്ങളിപ്പോ ജസ്റ്റ് നോക്കിയാൽ അറിയാൻ പറ്റും, നിങ്ങൾ ഇരയായി തീർന്ന എത്രയോ അവസരങ്ങളുണ്ട്. ഇരയുടെ പ്രത്യേകത എന്താണ്? ഒരു ഇരയാണ്, നിങ്ങളൊരു ജീവനുള്ള ഒരു ഇരയാണെന്ന് വിചാരിച്ചു. ഇരയുടെ പ്രത്യേകത എന്താ? മീൻസ് ഇരയുടെ ഒരു ക്യാരക്ടർ എന്തായിരിക്കും? ഇരയ്ക്ക് ആർക്കെങ്കിലും ഒന്ന് ചിന്തിക്കാവോ? ഒരു ഇര എന്തായിരിക്കും? ഒരു ചൂണ്ടയിൽ കിടക്കുന്ന ഇരയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? സ്വന്തമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. കാര്യം എന്താണ്? അത് ഇരയാണ്. ഇപ്പൊ നമ്മളൊരു കൂട്ടില് ഒരു എന്താ പറയാ, ചെറിയ ഒരു ഇതിനെ വെച്ചിട്ട്, ഇപ്പൊ നമുക്കൊരു സിംഹത്തെ പിടിക്കണമെങ്കിൽ ഒരു ആടിനെ കൂട്ടിന്റെ ഉള്ളിൽ കയറ്റി വയ്ക്കും. എന്നിട്ടാണ് സിംഹത്തിന് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അവിടെ ആ ഇരയ്ക്ക് ഒന്നും ചെയ്യാനില്ല. സിംഹത്തിന്റെ ഭക്ഷണമാവുക, അതോടുകൂടി പിടിക്കാന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ നോക്കി അറിയാൻ പറ്റും, നമ്മൾ 90% ആളുകളും ഇരയായിട്ട് കരുതുന്നവരാണ്, നിസ്സഹായാണ്. വെരി ഗുഡ് മണി സർ.
നിസ്സഹായമായ അവസ്ഥയാണ്. വിൻസെന്റ് സാർ എന്താ പറഞ്ഞത്? ചൂഷണം ചെയ്യപ്പെടുന്നവരാണെന്ന് പറയും. പക്ഷേ എല്ലാവരും അപ്പൊ ഇര എന്ന് ഒരാള് വിചാരിച്ചു കഴിഞ്ഞാല് ഇരയുടെ പ്രത്യേകത എന്താ വെച്ചാൽ ഇര ആയി കഴിഞ്ഞാല് പിന്നെ പറയും ഇനി എനിക്കൊന്നും ചെയ്യാനില്ല, ആരെങ്കിലും വന്ന് എന്തെങ്കിലും കാണിച്ചു തന്നു. ഇപ്പൊ നമ്മൾ പറയില്ല, നമ്മൾ കാടിന്റെ നടുക്ക് വെച്ച് നമ്മളൊരു കാട്ടിലൂടെ പോകണം, കാടിന്റെ നടുക്ക് വെച്ച് ഒരു ആനയെ കണ്ട് എന്ത് ചെയ്യും? നീ ആയിട്ടൊന്നും ചെയ്യേണ്ട, ആനയായിട്ട് ചെയ്തോളെന്ന് പറയില്ലേ? പിന്നെ ഒന്നും ചെയ്യാനില്ല. ഈ ഒരു ഇര ആറ്റിറ്റ്യൂഡാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മാറ്റാൻ വേണ്ടി ശ്രമിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും. നമ്മൾ ആരും ഇരകളല്ല എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടാകണം. നിങ്ങളുടെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങളിലൂടെയാണ്, പ്രതിസന്ധികളിലൂടെയാണോ നിങ്ങൾ പോകുന്ന എങ്കിലും ഒരു ഇര മനോഭാവം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല. ഒരു ഇരയുടെ മനസ്സോടുകൂടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ല. കാരണം യു ആർ ഹെൽപ്ലെസ്. നിങ്ങൾ പറയുന്നത് മനസ്സിലാവണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവണമെന്ന് എനിക്ക് അറിയാം. നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ ഫാമിലി ലൈഫിലേക്ക് വരാം. നിങ്ങളുടെ ഭർത്താവ് മദ്യപാനിയാണ്, അല്ലെങ്കിൽ നിങ്ങളെ കെയർ ചെയ്യാത്ത ഒരാളാണ്. നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ് എന്താ ഡെവലപ്പ് ചെയ്യുക? എനിക്ക് കിട്ടിയത് ഇങ്ങനെയാണ്, ഇനി എന്റെ ജീവിതം പോയി, ഒന്നും ചെയ്യാനില്ല. സോ യു ആർ എ വിക്ടിം ആറ്റിറ്റ്യൂഡ്. യു കാൻ ഡു എനിത്തിങ് ആൻഡ് യു കാൻ ഇംപ്രൂവ് യുവർ ലൈഫ്. ഒരു ജോലി സ്ഥലത്ത് നിങ്ങൾ ജോലിക്ക് കയറുന്നു, അവിടെ ചെല്ലുന്ന സമയത്ത് ബോസ് ഭയങ്കര മോശമായിട്ട് പെരുമാറുന്നു, അല്ലെങ്കിൽ ബോസ് എന്ത് ചെയ്താലും അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല, വർക്കിൽ ഫ്രീഡം ഇല്ല, കുറെ വർക്കുകൾ ചെയ്യുന്നു, കൊളീഗ്സ് ഭയങ്കരമായിട്ട് ഉപദ്രവിക്കുന്നു. സോ അവിടെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? നിങ്ങൾ ഒന്നും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്? ഇര മനോഭാവമാണ്. എന്റെ ഗതികേട് ഇങ്ങനെ ആയിപ്പോയി, ഇനി എന്ത് ചെയ്യാനാ, എന്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി. സോ അവിടെയും നിങ്ങൾ ഹെൽപ്ലെസ് ആണ്. നിങ്ങൾ തകർക്കപ്പെടുക, നശിക്കപ്പെടുക എന്നല്ലാതെ വേറൊരു ഓപ്ഷൻ നിങ്ങൾക്കില്ല. ഇനി നിങ്ങൾ വേറെ നിങ്ങളുടെ ഫാമിലി സാമ്പത്തിക അവസ്ഥ, സാമ്പത്തികമായിട്ട് വളരെ തകർന്നിരിക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് കാശുകളൊന്നുമില്ല, ചെലവുകൾ അടിക്കടിക്കടി മുന്നോട്ട് വരുന്നു. അപ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ എന്ത് ചെയ്യാനാ, എന്റെ ഫാദറും മദറും ഇങ്ങനെ ആയിപ്പോയി, അല്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്ക് രോഗമായി പോയി, അല്ലെങ്കിൽ എന്റെ മക്കള് തലതെറിച്ചു പോയി, അല്ലെങ്കിൽ അങ്ങനെയായി ഇങ്ങനെയായി, എനിക്കൊന്നും ചെയ്യാനില്ല. സോ യു ആർ ആൻ എ വിക്ടിം മോഡ് ആൻഡ് ഇറ്റ് ഈസ് ടു 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 ഡേഞ്ചറസ്. നിങ്ങളൊരു വിക്ടിം മോഡിലാണ് ഇപ്പൊ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ജീവിതം തീർന്നു കഴിഞ്ഞു. കാര്യം വെച്ചാൽ നിങ്ങൾക്ക് ഒന്നും ചെയ്യാനില്ല. സോ നിങ്ങൾ ആരെയാണ് പഠിക്കുന്നത്? ഒരു വിക്ടിമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വിക്ടിം എപ്പോഴും ചെയ്യുന്നത് എന്താണെന്നറിയോ? ഒരു വിക്ടിം, അതായത് ഇരയാണെങ്കിൽ, ഒരു വിക്ടിം ആണെങ്കിൽ നിങ്ങൾ എന്താ എപ്പോഴും ചെയ്യാം നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക്? നിങ്ങൾ ഒരു ഇരയാന്ന് വിചാരിച്ചു, നിങ്ങൾ ഇരയെന്ന് വെച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും ഇരയാണ്. നിങ്ങൾ എന്താ ചെയ്യുക? സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്വയം കുറ്റപ്പെടുത്തോ അതോ മറ്റുള്ളവരുടെ കാരണത്തിന് കാത്തു നിൽക്കും. മറ്റുള്ളവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നോക്കി നിൽക്കും. നോക്കി നിൽക്കും. അത് മാത്രമല്ല, ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? പ്രശ്നം വന്നാൽ നിങ്ങൾ ഇപ്പോ എന്തെങ്കിലും സംഭവിച്ചു, ഇപ്പൊ നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പരാജയം സംഭവിച്ചു, നിങ്ങൾ ആദ്യം എന്താ ചെയ്യുക? സ്വയം പഴിചാരിക്കൊണ്ടിരിക്കും. സ്വയം പഴിചാരിക്കൊണ്ടിരിക്കും. കൂടുതൽ നമ്മൾ എന്ത് ചെയ്യുക? മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. മറ്റുള്ളവരെ കുറ്റപ്പെടുത്തും. സ്വയം പഴിചാരുന്നത് കുറച്ച് ഡേഞ്ചർ ഉണ്ട്, അതിലും ഡേഞ്ചറാണ് സത്യം പറഞ്ഞാൽ. സ്വയം പഴിചാരെന്ന് വെച്ചാൽ ഞാൻ എന്ത് സാധനമാണെന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യണമെന്ന് അറിയോ? മറ്റുള്ളവരെ തലയ്ക്ക് വെക്കുക എന്നുള്ളതാണ്. ഇപ്പം ജീവിതത്തിൽ ഇപ്പൊ ഒരു കാര്യം ഞാൻ നമ്മുടെ ഫാമിലി റിലേഷൻഷിപ്പിലേക്ക് നോക്കിയാൽ മതി, നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലാവണമെന്ന് എനിക്ക് അറിയണം. ഇപ്പൊ ഞാനാണെങ്കിലും എന്റെ കുടുംബത്താണെങ്കിലും ഇപ്പൊ അമ്മായിമ്മ മരുമോള് പ്രശ്നം, അമ്മായിമ്മ പറയും മരുമോൾ അങ്ങനെ ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്. അല്ലെങ്കിൽ ഭർത്താവ് ഭാര്യ മോശമായിട്ട് പെരുമാറുന്നുണ്ടെങ്കിൽ പറയും എന്റെ ഭർത്താവ് എന്നോട് ഇങ്ങനെ പെരുമാറുന്നതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെരുമാറുന്നത്. ഒക്കെ എന്താ പറയാ, അവരിങ്ങനെ പെരുമാറുന്നതുകൊണ്ട് ഞാൻ ഇങ്ങനെ പെരുമാറുന്നു. അവിടെ ഒരു ഇരാ മനോഭാവമാണ്. പക്ഷെ ഞാൻ നിങ്ങളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ എല്ലാവരും ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ സേഫ് സാറിന്റെ അടുത്ത് നിന്നൊക്കെ പഠിക്കുന്നതാണ്. ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് അറിയോ? നമ്മുടെ ചുറ്റുപാടുകളും ഉണ്ടാവുന്ന സിറ്റുവേഷൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്തതാണ്. നിങ്ങൾക്ക് അത് എത്രത്തോളം മനസ്സിലായി? ലോ ഓഫ് അട്രാക്ഷൻ ബേസിലാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഭർത്താവ് മോശമാണോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഭാര്യ നിങ്ങൾ ആഗ്രഹിക്കാത്ത ഒരു രീതിയിലുള്ള ആളാണെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുകൾ നിങ്ങൾക്ക് അനുകൂലമല്ലാന്ന് തോന്നുന്നുണ്ടോ? ഇറ്റ് ഈസ് ബീങ് ക്രിയേറ്റഡ് ബൈ, ഇറ്റ്സ് എ കംപ്ലീറ്റ് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ തോട്ട്സ്, നോട്ട് ഫോർ എനി അതേഴ്സ്. എത്ര പേർക്ക് മനസ്സിലായി? ഞാനൊരു എക്സാമ്പിൾ പറയും. കഴിഞ്ഞ കുറെ നാളുകൾക്ക് മുമ്പ് ഞാൻ അവിടെ ഒരു ട്രെയിനിങ് എടുക്കുന്ന സമയത്ത്
ഒരു കുട്ടി കൗൺസിലിംഗിലുണ്ട്. ഞാൻ മോട്ടിവേഷൻ സെഷൻ എടുത്തു. ശരിക്കും ഞങ്ങൾ അറിയാലോ സ്കിൽ ട്രെയിനിങ് ആണ് കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അവർക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് ഒക്കെ കൊടുത്തു. അപ്പൊ ഒരു കുട്ടി പേഴ്സണലി കാണുമെന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്നു. അപ്പൊ ആ കുട്ടി എന്റെ അടുത്ത് പറഞ്ഞ കേസ് വെച്ചാൽ, സാറേ ഞാൻ ഫുള്ളായിട്ട് ചതിക്കപ്പെട്ടിരിക്കുകയാണ്. എന്ന് വെച്ചാല് ആ പുള്ളിക്കാരത്തിന്റെ ഭർത്താവ് ഖത്തറിലാണ്. അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര കുറവാണ്. പുള്ളിക്കാരത്തി പറഞ്ഞ മെയിൻ കംപ്ലൈന്റ് എന്ന് വെച്ചാൽ, സാറേ ഞാൻ കല്യാണം കഴിച്ചിരുന്നപ്പോ തന്നെ ഞങ്ങള് നാട്ടില് വീട്ടിൽ വെച്ചിട്ട് പെണ്ണ് കണ്ട് കല്യാണം കഴിച്ച കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ തന്നെ എന്നെ തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോയി. ശരിക്കും അവര് തമിഴ്നാട്ടുകാരാണ്. അവര് ഒരു മലയാളി പെൺകുട്ടീനെ കെട്ടാൻ വേണ്ടിയിട്ട് മാത്രം തിരുവല്ലയിലോ മറ്റോ വീട് വാടകയ്ക്ക് എടുത്ത് കുറച്ചാൾ താമസിച്ച് കല്യാണമൊക്കെ നടന്നു കഴിഞ്ഞപ്പോ ഇവര് തമിഴ്നാട്ടിലേക്ക് പോയി. അവിടെ ഞാൻ ചതിക്കപ്പെട്ടു സാറേ. രണ്ടാമത്തെ ഒരു കാര്യം എന്താന്ന് വെച്ചാൽ സാറിന് അറിയോ, എന്റെ ഭർത്താവ് ഫസ്റ്റ് നൈറ്റ് പോലും എന്റെ കൂടെ കിടന്ന് എന്റെ അമ്മയുടെ കൂടെ കിടന്നു. നോട്ട് ഇൻ സെക്സ് മോഡ്, പക്ഷെ അമ്മയുടെ അടുത്തായിരുന്നു പുള്ളി ആദ്യം കിടന്നത്. എന്റെ വീട്ടില് എന്നെക്കാളും കൂടുതൽ ആള് എഴുതുന്നതും ശ്രദ്ധിക്കുന്നതും അദ്ദേഹത്തിന്റെ അമ്മേനെയാണ്. ഇപ്പൊ ഖത്തറിലാണ്. അതുകൊണ്ട് എന്റെ ഫാമിലി ലൈഫ് ഭയങ്കര സങ്കടമാണ്. ഞാൻ ചോദിച്ചു, മോളെ ഇത് ഞാനിങ്ങനെ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, ഈ കാര്യങ്ങളൊക്കെ മോള് തന്നെ ഉണ്ടാക്കിയെടുത്താണ്. സാർ എന്താ പറയുന്നത്, സാർ എങ്ങനെയാ പറയുന്നത്, അതെങ്ങനെയാ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്? എനിക്ക് കല്യാണം ആലോചിച്ചു വന്ന കല്യാണമാണ്, ഈ ഭർത്താവ് ഇങ്ങനെയാണ്, ഞാൻ എങ്ങനെ അറിയുന്നത് എന്നൊക്കെ ചോദിച്ചു. നീ ഒന്ന് ആലോചിച്ച് നോക്കി, നിന്റെ കഴിഞ്ഞകാല ചിന്തകളിലേക്കും കഴിഞ്ഞ കാലത്ത് നീ എങ്ങനെയായിരുന്നു എന്ന് ചിന്തിച്ചു നോക്ക്. നീ ഒന്ന് യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. എന്നിട്ട് നീ എന്നോട് പറയണം. കുറച്ചു നേരം കഴിഞ്ഞ് വിളിക്കുന്ന കുറച്ചു നേരം ചിന്തിച്ച് ഞാൻ ഓരോ എക്സാമ്പിൾസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞ ശേഷം അവള് പറഞ്ഞു, സാറേ ഒരു കാര്യം ശരിയാണ്. കാര്യം പണ്ട് തമിഴ്നാട്ടിലൊക്കെ ഞാൻ പോയിട്ടുണ്ട്, തമിഴ് സിനിമകളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ആ കൾച്ചർ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പൊ ഞാൻ പണ്ടൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു, ഇവിടെ ഭയങ്കര ഒരു കളർഫുൾ ലൈഫാണ്. കാര്യം കേരളം പോലെയല്ല, തമിഴ്നാട് ഭയങ്കര അടിപൊളിയാണ്, ഇവിടെയൊക്കെ ജീവിച്ച് ഭയങ്കര രസമായിരിക്കും എന്ന് ഒരു തോട്ട് പ്രോസസ് ഉണ്ടായിരുന്നു സാർ. ഞാൻ പറഞ്ഞു, യു സി, നീ കഴിഞ്ഞ കുറെ നാളായിട്ട് ചിന്തിച്ചുകൊണ്ടിരുന്നതാണ്. നീ കല്യാണം കഴിക്കുന്നല്ല ചിന്തിച്ചേ, പക്ഷെ തമിഴ്നാട് കളക്ട് ഓട്ടോമാറ്റിക്കലി നീ വന്നു. പിന്നെയും അവള് കുറച്ചു നേരം വർത്താനൊക്കെ പറഞ്ഞു. കുറച്ച് പറഞ്ഞു, സാറേ രണ്ടാമത്തേനും എനിക്ക് ഉത്തരം കിട്ടി. എന്തുകൊണ്ട് ഭർത്താവ് എന്നെ കെയർ ചെയ്യുന്നില്ല? കാരണം റീസൺ എന്ന് വെച്ചാൽ ഇവരുടെ അച്ഛൻ, ഈ പെൺകുട്ടിയുടെ അച്ഛൻ ഇതുപോലെയാണ്. എന്ന് വെച്ചാല് അമ്മയുടെ കൂടെ കിടക്കുന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷെ ഇവരുടെ അച്ഛൻ എന്താ ചെയ്യാന്ന് വെച്ചാല് സ്വന്തം വീട്ടില് ഭാര്യനെയും മക്കളെയും കെയർ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അദ്ദേഹത്തിന് ഇമ്പോർട്ടൻസ് എവിടെയാന്ന് വെച്ചാൽ അദ്ദേഹത്തിന്റെ അനിയന്റെ ഫാമിലി, തറവാട് ഒക്കെയാണ്. ഒരിക്കലും വീട്ടുകാരുടെ കാര്യത്തിന് പുള്ളി നിൽക്കൂല. എന്നാ അനിയന്റെയോ തറവാടിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ പോകും. അപ്പൊ ഇവളുടെ ചെറുപ്പം മുതലേ ഇത് കാണണം, ഒരു അവഗണന, ഒരു കഷ്ടപ്പാട് കാണും. ഇവള് എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം വെച്ചാല്, ദൈവം എന്റെ അച്ഛനെ പോലെയുള്ള ഒരു ഭർത്താവിന് എനിക്ക് കിട്ടരുതേ എന്നാണ്. നമുക്കറിയാം ലോ ഓഫ് അട്രാക്ഷൻ പറയുന്നത്, നമ്മൾ എന്ത് നെഗറ്റീവ്ലി ചിന്തിച്ചു കഴിഞ്ഞാലും ദാറ്റ് ഹാപ്പൻ ഈസ് എ ലൈഫ്, ദാറ്റ് ഹാപ്പൻ ഇൻ ഹർ ലൈഫ്. അത് തന്നെ സംഭവിച്ചു. അവൾക്ക്, അതായത് ഭാര്യയെ കരുതാത്ത ഒരു ഭർത്താവിനെ തന്നെ കിട്ടി. ഞാൻ ഇവർക്ക് ക്ലാസ് കൊടുത്തു. ഞാനിങ്ങനെ അതിനെങ്ങനെയാണ് നമുക്ക് വിക്ടിം മെന്റാലിറ്റി, മോളെ യു ക്രിയേറ്റഡ് യുവർ ലൈഫ് എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അതിനുശേഷം മാസങ്ങൾ കഴിഞ്ഞു പോയി. പിന്നീട് അവൾ വിളിച്ചു. അവളിപ്പോ ഷീസ് ലിവിങ് വിത്ത് ഹെർ ഹസ്ബൻഡ് ഇൻ ഖത്തർ. അവളുടെ തോട്ട് പ്രോസസ്സിനെ മാറ്റാനും അവളുടെ ആ ഒരു സാധനം മാറാനും തുടങ്ങി കഴിഞ്ഞ സമയത്ത് നൗ ഷീസ് ലിവിങ് ഹാപ്പിലി വിത്ത് ഹെർ ഹസ്ബൻഡ്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഫോട്ടോ ഒക്കെ അയച്ചു തരാറുണ്ട്. ഇതെന്തുകൊണ്ട് ആ കുട്ടിക്ക് ആ ഒരു സക്സസ് വന്നു എന്ന് വെച്ച് കഴിഞ്ഞാല്, ഷീ അണ്ടർസ്റ്റാൻഡ്, ഷീ ക്രിയേറ്റ് ദ എൻവയോൺമെന്റ്. നമുക്ക് പലർക്കും പറ്റാത്തത് വെച്ചാല് ഇതൊക്കെ എന്റെ പ്രശ്നമാണെന്ന് തിരിച്ചറിയാത്തതും, അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ ഒരു വിക്ടിം മെന്റാലിറ്റി ഉള്ളവർക്ക് ഒരു കാര്യവും കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾക്ക് തോന്നാണ് ഇതിന്റെയൊക്കെ കാരണം എന്റെ അച്ഛനാണ്, എന്റെ അമ്മയാണ്, എന്റെ ഹസ്ബൻഡാണ്, എന്റെ ഭാര്യയാണ്. എന്നിട്ട് നമ്മൾ ഇവരെ ഉപദേശിച്ച് നന്നാക്കാൻ നോക്കും. ഇവര് നന്നാവോ? ഒരിക്കലും നന്നാവില്ല. കാരണം അവര് വിചാരിക്കുന്ന പ്രശ്നമൊക്കെ നിങ്ങൾ കാരണമാണ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ബ്ലെയിമിങ് ആണ്. പക്ഷെ ദ മൊമെന്റ് യു തിങ്ക് ദാറ്റ് യു ആർ ദ റീസൺ, എന്റെ പ്രവർത്തികളെക്കാൾ കൂടുതൽ എന്റെ ചിന്തകൾ, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചിന്തിച്ചു കൂട്ടിയത്, അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഭയപ്പെട്ടത്, ഞാൻ കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത കാര്യങ്ങളാണ് ഇന്ന് ഞാൻ അനുഭവിക്കുന്ന പ്രശ്നത്തിന് റീസൺ എന്ന് നിങ്ങൾ എന്ന് തിരിച്ചറിയുന്നു, ആ തിരിച്ചറിഞ്ഞ അന്ന് മുതൽ നിങ്ങളുടെ ചിന്തകളെ മാറ്റാൻ തുടങ്ങുന്നു, യു സീ ദ റിസൾട്ട്. നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത ഒരു എൻവയോൺമെന്റ് ആണെങ്കിൽ നിങ്ങളൊന്ന് വെറുതെ ചിന്തിച്ചു നോക്കിയാൽ മതി. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾ ചിലപ്പോൾ ഭയപ്പെട്ടത് അതായിരിക്കും, ദൈവം ഇങ്ങനൊന്നും സംഭവിക്കില്ലേ. ഞാൻ ഒരു എക്സാമ്പിൾ കൂടി പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞാനൊരു ആളെ പരിചയപ്പെട്ടു. പരിചയപ്പെട്ടപ്പോ ആ സ്ത്രീ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല്, സ്ത്രീയുടെ അച്ഛൻ ഭയങ്കര മദ്യപാനിയായിരുന്നു.
ഭയങ്കര മദ്യപാനിയായിരുന്നു. എന്നുവെച്ചാൽ കുടിച്ച് ലക്ക് കേട്ട് കുടുംബത്ത് വരും, അവരെ നോക്കൂല, ആകെ അടിപിടി ബഹളം, അമ്മേനൊക്കെ ഉപദ്രവിക്കും. അപ്പൊ ആ പെൺകുട്ടി ജീവിതത്തിൽ ആഗ്രഹിച്ചത് കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒറ്റ കണ്ടീഷനെ വെച്ചോളൂ, ഭർത്താവിന് മദ്യപാനം വേണ്ട, അവനെ കാണാൻ ഭംഗിയില്ലെങ്കിലും കുഴപ്പമില്ല, ജോലി ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല, മദ്യപിക്കാത്ത ഒരു ഭർത്താവിന് കിട്ടണം. അവള് ആ വീട്ടിൽ വെച്ച കണ്ടീഷനും അതാണ്. കല്യാണാലോചനകൾ വന്നു, ഒരു നല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ വന്നു. അവള് ആദ്യം ചോദിച്ചത് കള്ളു കുടിക്കോ? ഇല്ല. അവര് കുറെയൊക്കെ എൻക്വയറി ചെയ്തു, അപ്പൊ ഇല്ല, പയ്യന് ഇതുവരെ കള്ളു കുടിച്ചിട്ടില്ല. അവര് വളരെ ആഗ്രഹിച്ച് കല്യാണം നടന്നു. ഒരു 2-3 വർഷം കല്യാണം, മീൻസ് അദ്ദേഹം കല്യാണം കഴിക്കില്ല. 2 മക്കളുണ്ടായി. പതിയെ ഇദ്ദേഹത്തിന്റെ ജോലി ട്രാൻസ്ഫർ ആയി, ഒരു മലപ്പുറം സൈഡിലേക്ക് ഇദ്ദേഹം ട്രാൻസ്ഫർ ആയി പോയി. ട്രാൻസ്ഫർ ആയി പോയി കഴിഞ്ഞ് പതിയെ പുള്ളി തിരിച്ച് വീടുകളിലേക്ക് വീക്കിലി വരുന്ന സമയത്ത് മദ്യം പതുക്കെ മണത്തു തുടങ്ങി. കുറച്ചു മാസങ്ങൾ കൊണ്ട് അദ്ദേഹം മുഴുകുടിയനായി. വീട്ടിൽ മദ്യപിച്ച് ലെക്ക് കേട്ട് വരുന്ന ഇവരുടെ ഹസ്ബൻഡ് എങ്ങനെയാ വന്നിരുന്നത് അതുപോലെ തന്നെ വന്നു തുടങ്ങി. ഇവര് ജീവിതം തകർന്നു എന്ന് വിചാരിച്ചു. കാരണം എന്തൊരു അവസ്ഥ ദൈവമേ. ഞാൻ ഏറ്റവും കൂടുതൽ വേണ്ട എന്ന് പറഞ്ഞ ഒരു സാധനമാണിത്. ഇതിലും സങ്കടപ്പെടുത്തിയ കാര്യം എന്താണെന്ന് വെച്ചാല്, മക്കള് വളർന്നു വലുതായി. അപ്പൊ പുള്ളി വിചാരിച്ചു, അച്ഛൻ പോയി, ഭർത്താവ് പോയി, ഇനിയുള്ളത് എന്റെ മക്കളെങ്കിലും. 10ാം ക്ലാസ് പരീക്ഷ പാസ്സായി എന്ന് വീട്ടിൽ വിളിച്ചു പറയുന്ന സമയത്ത് മോൻ വന്നത് പറ്റായിട്ടാണ്. അവര് തകർന്നിട്ടാ എന്നോട് സംസാരിച്ചത്. എന്റെ ഒരു അവസ്ഥ ആലോചിച്ചു. ഞാൻ ആഗ്രഹിച്ചു. കാര്യം നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണമെന്ന് വെച്ചാൽ, നമ്മൾ ഭയപ്പെടുന്നത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. നമ്മുടെ ചുറ്റുപാടുകളെ നമ്മുടെ ചിന്തകൾ കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമ്മുടെ അസംഷൻസ് കൊണ്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നു കഴിഞ്ഞാല് നമുക്ക് ഈ ഒരു വിക്ടിം മെന്റാലിറ്റി നമ്മൾ മാറും. എനിക്ക് ഇതിനകത്തൊന്നും ചെയ്യാനില്ല എന്നുള്ളൊരു വിക്ടിം മെന്റാലിറ്റി നമ്മൾ മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ജീവിതത്തിൽ സക്സസ് വരാൻ തോന്നും. ഒപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് ജീവിതത്തിൽ ഒന്നും അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല, നമ്മുടെ ജീവിതത്തിൽ പ്രൊമോഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ റിലേഷൻഷിപ്പ് നന്നാവുന്നില്ല, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നമ്മളൊരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അതൊന്ന് അച്ചീവ് ചെയ്ത് നോക്കുക. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ്, എനിക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കറിയാം, ഈ ജീവിതത്തിൽ ഇപ്പം ഞാൻ പെട്ടെന്ന് എനിക്കിത് വന്ന് മനസ്സിലേക്ക് വന്നു വെച്ചാൽ ഡെക്കാൻ എയർ, അതിനെപ്പറ്റി ഒരു നല്ലൊരു മൂവി സൂര്യ അഭിനയിച്ചു വന്നിട്ടാണ്. അതിപ്പോ റീമേക്ക് ചെയ്ത് ഹിന്ദിയിൽ വരുന്നുണ്ട്, അക്ഷയ് കുമാർ അഭിനയിക്കുന്നത്. ഡെക്കാൻ എന്ന് പറഞ്ഞ എയർലൈൻ, അത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടായിരുന്നാണ് ഒരു നേവിയിൽ ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഒരു ദിവസം തീരുമാനിക്കുകയാണ് ഏറ്റവും ലോ കോസ്റ്റില് ഫ്ലൈറ്റ് സർവീസ്, കയ്യിലൊന്നുമില്ല. അദ്ദേഹം ഏവിയേഷൻസിന്റെ ഓഫീസിലും മിനിസ്ട്രിയുടെ ഓഫീസിലൊക്കെ കയറി ഇറങ്ങുന്നുണ്ട്, ഒരാൾ പോലെ യെസ് പറയുന്നില്ല. സോ ഹി ക്യാൻ ബി എ വിക്ടിം. കാര്യം ഈ നാട് നന്നാവൂല, ഇവിടെയുള്ള ഉദ്യോഗസ്ഥർ നന്നാവൂല, ഇവന്മാരൊക്കെയാണ് ഇതിനെ നശിപ്പിക്കുന്നത്, അവന് എല്ലാവരെയും പഠിച്ചാരാൻ കുറ്റം പറയാം. പക്ഷെ ഹി ട്രൈഡ് കണ്ടിന്യൂസ്ലി. ഫൈനലി ദാറ്റ് മാജിക് ഹാപ്പൻസ്. ഡെക്കാൻ എയർ വന്നു. ഏറ്റവും ചീപ്പായിട്ടുള്ള ഒരു ഫ്ലൈറ്റിന്റെ ഒരു സംസ്കാരം ഇന്ത്യയിൽ തുടങ്ങിയത്, അതായത് ആർക്കും യാത്ര ചെയ്യാം ഫ്ലൈറ്റിൽ എന്നുള്ള സംസ്കാരം സ്റ്റാർട്ട് ചെയ്തത് അദ്ദേഹമാണ്. ഡെക്കാൻ എയർ സ്റ്റാർട്ട് ചെയ്തത്. അവിടെ ഒരു വിക്ടിം മെന്റാലിറ്റി ആയിരുന്നെങ്കിൽ ഒന്നും നടക്കില്ലായിരുന്നു. അംബാനിയുടെ അച്ഛൻ അധ്യാപകനായിരുന്നു. ആ അധ്യാപകനായ അച്ഛൻ മകനെ ഒരു അധ്യാപകനാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നിർബന്ധിച്ചുകൊണ്ടിരുന്നു, ഒരു കാര്യത്തിലും സപ്പോർട്ട് ചെയ്തില്ല. വേണമെങ്കിൽ ഒരു വിക്ടിം മെന്റാലിറ്റിയിൽ അദ്ദേഹത്തിന് നിൽക്കായിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞു, എന്റെ ഡിസിഷൻ ഇതാണ്, ഞാൻ ഇതിനകത്ത് പിറകെ പോകും, എന്ത് പ്രശ്നം വന്നാലും ഫേസ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്. സോ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒറ്റ കാര്യം നിങ്ങൾ ചിന്തിച്ചാൽ നിങ്ങളുടെ ജീവിതം മാറാൻ തുടങ്ങും. നമ്മുടെ ജീവിതവും നമ്മുടെ സാഹചര്യങ്ങളും നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. നമ്മുടെ കഴിഞ്ഞകാല ചിന്തകൾ കൊണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്താണ്. നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്താനായിട്ട് വേറെ ഒരാളെയും ലോകത്ത് മാറ്റാൻ പറ്റില്ല. മഹാത്മാഗാന്ധി പറഞ്ഞ പോലെ, നിങ്ങൾ ലോകത്തിൽ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റം നിങ്ങളിൽ തന്നെ തുടങ്ങുക. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിനെയോ ഭാര്യയോ മകനെയോ മകളെയോ ആരെയും മാറ്റാൻ പറ്റില്ല. നിങ്ങൾക്ക് ആകെ മാറ്റാൻ പറ്റുന്നത് ആരെയാണ്? നിങ്ങളെ മാത്രമാണ്. സോ ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി നൗ. നിങ്ങൾ നിങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഓരോ കുഞ്ഞു പ്രവൃത്തികളിലൂടെ, നിങ്ങളുടെ ചിന്തകൾ മാറ്റുന്നതിലൂടെ, നിങ്ങളുടെ പ്രവൃത്തികൾ മാറ്റുന്നതിലൂടെ ആ ഒരു വിക്ടിം മെന്റാലിറ്റി മാറിയിട്ട്, ഒരു ഇരയാണെന്നുള്ള ഒരു മെന്റാലിറ്റി മാറിയിട്ട് യു ക്യാൻ ബിക്കം എ സക്സസ്. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് വരാൻ തുടങ്ങും. ഇനി മുതൽ എന്തൊരു ഇൻസിഡന്റ് ഉണ്ടായിക്കഴിഞ്ഞാലും, ഐ ആം റെസ്പോൺസിബിൾ ഫോർ ദിസ്, ഐ ക്യാൻ ഡു ഇറ്റ്. പരാജയം ചിലപ്പോൾ നമ്മൾ നോക്കുമ്പോൾ പ്യുവർലി വേറൊരാളുടെ ആയിരിക്കാം. പക്ഷെ അപ്പൊ നമ്മൾ ചിന്തിക്കണമെന്ന് വെച്ചാൽ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാട്ട് ക്യാൻ ഐ ഡു ഇറ്റ്.
എനിക്ക് ആളുകളെ മാറ്റാൻ പറ്റുമോ, സാഹചര്യങ്ങൾ മാറ്റാൻ പറ്റുമോ, ഇനിയിപ്പോ ജോലിയിൽ പ്രശ്നമാണ്, ജോലി മാറണോ, യു ഡു ദാറ്റ്, ടേക്ക് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് ഗോ. അതല്ലാതെ ആ കമ്പനീനെയും നാട്ടുകാരെയും വീട്ടുകാരെയും അച്ഛനെയും അമ്മേനെയൊക്കെ കുറ്റം പറഞ്ഞ് അവിടെ നിൽക്കാതെ നിങ്ങളുടെ ഉള്ളിൽ ചേഞ്ച് വരുത്തുക. യു എക്സ്പെക്ട് ദ പോസിറ്റീവ് തിങ് ആൻഡ് ദാറ്റ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ ഇൻ യുവർ ലൈഫ്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അ ലോട്ട്. ഓവർ ടു യു മുഫീദ. ഓക്കെ, താങ്ക് യു സോ മച്ച് ഓസ്റ്റിൻസൺ. നല്ലൊരു സെഷൻ തന്നെയായിരുന്നു അല്ലെ. ഇര എന്നുള്ള ടോപ്പിക് ബേസ് ചെയ്തിട്ട് എന്താണ് സാർ ഉദ്ദേശിക്കുന്നത് നമുക്ക് ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിലും, പക്ഷെ ഈ ഒരു സെഷൻ വളരെ നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. അപ്പൊ ഇത് ഒരുപാട് തവണ സൈഫ് സാർ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് ആണ് നമ്മുടെ ജീവിതം ഡിസൈഡ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പം ഇനി ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്യാം, ഫീഡ്ബാക്ക് അറിയിക്കാവുന്ന. വിൻസിൻ മാം. ഹലോ, ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ശരിക്കും ഒന്നുമില്ല പറയാൻ. എന്നുവെച്ചാൽ ഞാനും ഇത് എന്താ പറയാ, ഇങ്ങനെ എന്ത് ചെയ്യണം, എങ്ങനെ പോണം എന്നുള്ളൊരു കൺഫ്യൂഷൻ, കുറച്ചൊരു തീരുമാനത്തിലേക്ക് എടുക്കാനുള്ളൊരു കൺഫ്യൂഷനിൽ നിന്നാണ് ഇപ്പൊ ഞാൻ തീരുമാനിച്ചു. അപ്പോ എന്തായാലും താങ്ക് യു. ഇന്നത്തെ സെക്ഷനിൽ എനിക്ക് കയറാൻ പറ്റിയതിലും എനിക്ക് എന്റെ തീരുമാനത്തിനെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കാൻ പറ്റിയതിലും സന്തോഷം. അല്ലേ? ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു. ഞാൻ ഒരുപാട് ആലോചിച്ചു. ഞാൻ ഇനി ഷാർജയ്ക്ക് പോവാണ്. അപ്പൊ അതിന് ഇങ്ങനെ രണ്ട് ഇതിൽ നിന്നത്. അപ്പൊ ഞാനെപ്പോഴും എന്താണ് എന്റെ ലൈഫിൽ സംഭവിക്കുന്നതെന്ന് നോക്കുമ്പോ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോരുത്തരെ അതങ്ങനെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് ഇങ്ങനെ നമ്മള് റീതിങ്ക് ചെയ്യാണ്. അപ്പോ ഇതാണ് ഇതിന്റെ ഇപ്പൊ ഉത്തരം എനിക്ക് കിട്ടിയിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സർ, താങ്ക് യു സർ. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു ബിൻസിൻ മാം. ഷാമിനി മാം. മാജിക് മോർണിംഗ് സർ. മാജിക് മോർണിംഗ്. എനിക്ക് ലോ ഓഫ് അട്രാക്ഷൻ ഒക്കെ പഠിക്കുന്നുണ്ടെങ്കിലും ചില സമയത്ത് ഞാനിങ്ങനെ ഡൗൺ ആകാറുണ്ട്. ഈര മെന്റാലിറ്റി എനിക്കും വരുന്നുണ്ട്. അപ്പൊ ഞാനിപ്പോ മൊത്തത്തില് ഞാനങ്ങനെ ആലോചിച്ചു സാറ് പറഞ്ഞപ്പോ എവിടെയാണ് എന്റെ ചിന്തകൾ അങ്ങനെ ആയത്, എന്തുകൊണ്ടാണ് ഈ സിറ്റുവേഷൻ വരുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എന്തെങ്കിലും പേടിച്ചതായിരിക്കാം ചിലപ്പോ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നെഗറ്റീവ്സ് ഒക്കെ. പക്ഷെ എനിക്കത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ സാറ് പറഞ്ഞു വന്നു ടേക്ക് റെസ്പോൺസിബിലിറ്റി. അപ്പൊ ഒരു ജോബ് ആണെങ്കിൽ മാറണമെങ്കിൽ മാറുക, അല്ലെങ്കിൽ എന്താണ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുക അത് ചെയ്യുക. അത് നമ്മളുടെ ആണെന്ന് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറ്റപ്പെടുത്തൽ ഒഴിവാക്കാം. ഇത് തിരിച്ചറിയാൻ കഴിഞ്ഞാലും കഴിഞ്ഞില്ലെങ്കിലും നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റും. എത്ര തന്നെ നമുക്ക് നമ്മളെ ബാധിച്ചാലും നമുക്ക് എന്തുകൊണ്ടെന്ന് തിരിച്ചറിയാൻ പറ്റിയില്ലെങ്കിലും പോട്ടെ, സാരില്ല. പക്ഷെ ഇത് നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ നിന്ന് എന്താ ചെയ്യാൻ പറ്റുക അത് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക എന്ന് സാറ് പറഞ്ഞതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അതെന്റെ ലൈഫിലേക്ക് എടുക്കുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക്സ് അ ലോട്ട്. ഓക്കെ, താങ്ക് യു ഷാമിനി മാം. ശ്രേയ മാം. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഞാൻ ഉമേഷൻ സാറിന്റെ മോളാണ്. ഓ വെരി ഗുഡ്. അമ്മേനെ കണ്ടു മോളും. അച്ഛൻ ഒരുപാട് പ്രാവശ്യം പറയുമായിരുന്നു ഇങ്ങനെ ബിമാജിക്കിൽ ജോയിൻ ആവാൻ വേണ്ടിയിട്ട്. ഞാൻ കുറെ ഇങ്ങനെ ബാക്കിലേക്ക് വെക്കുന്ന ഒരു ടൈപ്പാണ്. എനിക്ക് പബ്ലിക്കിൽ സംസാരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇന്ന് ഞാൻ ക്ലാസ്സിൽ കയറി. ഇത് എനിക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു ക്ലാസ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും എന്റെ ഉള്ളിലുള്ള പേടിയാണ് ഇപ്പൊ സാർ പറഞ്ഞത്. കാരണം ഞാനിപ്പോ നീറ്റ് സൂപ്പർ റിപ്പീറ്റ് ചെയ്യുന്ന ഒരാളാണ്. സൂപ്പർ റിപ്പീറ്റ് ചെയ്യാനുള്ള തീരുമാനം എടുത്തത് ഞാൻ സേഫ് സാറിനെ വിളിച്ച് സംസാരിച്ചതിന് ശേഷമാണ്. എനിക്കത് ആ ഒരു ഡിസിഷൻ എടുക്കാൻ പോലുള്ള പേടിയായിരുന്നു. പിന്നെ സാറ് പറഞ്ഞു നമ്മുടെ ഉള്ളിലുള്ള ഭയമാണ് നമുക്കിപ്പോ ഉണ്ടാകുന്ന സിറ്റുവേഷനിൽ. ശരിക്കും ഇപ്പൊ ഞാനത് മനസ്സിലാക്കുന്നുണ്ട്. കാരണം എനിക്ക് ആഗ്രഹമുണ്ട് ഡോക്ടർ ആവണം എന്നുള്ള കാര്യം. 10th മുതൽ ഞാൻ അതിന് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. പക്ഷെ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. എങ്ങനെയായിരിക്കും, ഇനി അത് കിട്ടിയില്ലെങ്കിൽ എന്റെ ഉള്ളിൽ എനിക്ക് ഉണ്ടാവുന്ന ഭാവി എന്തായിരിക്കും എന്നാണ് ഞാൻ കൂടുതൽ ചിന്തിച്ചിരുന്നത്. ആൻഡ്
+2 എക്സാം കഴിഞ്ഞിട്ട് എന്റെ HM പറഞ്ഞൊരു കാര്യമാണ് അമ്മടുത്ത്, ശ്രേയ എന്താണ് നീറ്റിന് വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്, അവള് +2 കുറച്ച് ബാക്കിലോട്ടാണെന്നുള്ള കാര്യം പറയുമ്പോൾ ഈശ്വര എനിക്കത് കിട്ടില്ലായിരിക്കും എന്നുള്ളൊരു പേടിയായിരുന്നു. അതാണ് ഇപ്പൊ ഞാൻ ഫേസ് ചെയ്ത് പോകുന്നുള്ള കാര്യം മനസ്സിലാക്കി നോക്കുമ്പോ എന്തോ ഇനി എന്റെ ചിന്തകൾ മാറ്റാൻ ഞാൻ തയ്യാറാണ് സർ. വെരി ഗുഡ് ശ്രേയ, താങ്ക് യു. യു ആർ ടേക്കിംഗ് ദ റെസ്പോൺസിബിലിറ്റി. സോ തീർച്ചയായിട്ടും ചേഞ്ചസ് വരും. താങ്ക് യു സർ. താങ്ക് യു ശ്രേയ. ശ്രേയ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാവോ പേര്, അതുപോലെ തന്നെ നിങ്ങൾ എന്താണ് ഇപ്പൊ ചെയ്യുന്നത് എന്നുള്ളതൊന്ന് പറയാവോ? എന്റെ പേര് ശ്രേയ. ഞാനിപ്പോ ചെയ്യുന്നത് നീറ്റ് സൂപ്പർ റിപ്പീറ്റ് ആണ്. LBS അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് കോളേജിൽ കിട്ടുവാണെങ്കിൽ ഞാൻ പാർഷ്യൽ ഡ്രോപ്പ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. വെരി ഗുഡ്, കൺഗ്രാറ്റ്സ്. ഓക്കെ, താങ്ക് യു ശ്രേയ. ഉണ്ണികൃഷ്ണൻ സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് ഓൾ. ഗുഡ് മോർണിംഗ് ഓൾ. സാറിന്റെ ഇന്നത്തെ ക്ലാസ് വളരെ ഒന്നും പറയാനില്ല, എല്ലാം എനിക്ക് വേണ്ടിയുള്ള ക്ലാസ്സായിരുന്നു. ഞാൻ ജീവിച്ചു വന്ന ചുറ്റുപാടിനെ പഴി പറഞ്ഞുകൊണ്ട് ജീവിച്ചിരുന്നു. ഞാൻ ജനിച്ച മുതൽ തന്നെ ഒരു സിക്നസ് ഉള്ള ഒരു വ്യക്തിയായിരുന്നു. അത് മാറി, എന്നാലും ആ ഒരു കോമ്പൗണ്ടിന്റെ ഉള്ളിൽ എന്നെ കടന്ന് അലയുകയാണ് ഉണ്ടായിരുന്നത്. ഈ ബിമാജിക്കിൽ വന്നപ്പോൾ അതിനൊക്കെ ഒരു ചേഞ്ച് വരാനും അതിന്റെ എല്ലാ പാർട്ടുകളും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാനും, പിന്നെ ഈ സാറ് പറഞ്ഞ പോലെ റെസ്പോൺസിബിലിറ്റി ആണ് നമ്മുടെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്വം എന്ന് മനസ്സിലാക്കാനും കഴിഞ്ഞു. താങ്ക് യു സാർ, നല്ലൊരു ക്ലാസ് ആണ്. താങ്ക് യു. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സാർ, താങ്ക്സ് സോ മച്ച്. താങ്ക് യു ഉണ്ണികൃഷ്ണൻ സർ. ദിവ്യ മാം. ഹലോ. ഹായ് ദിവ്യ. മോർണിംഗ് സർ. നല്ലൊരു ക്ലാസ് ആയിരുന്നു. എന്താ പറയാ, നമ്മൾ ഭയപ്പെടുന്നത് തന്നെ നമുക്ക് സംഭവിക്കും എന്ന് പറയുന്നത് സത്യമാണ് കേട്ടോ. കുറെ കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമ്മളുടെ മനസ്സിൽ തോന്നും, ദൈവമേ ഇങ്ങനെ സംഭവിക്കുമോ എന്ന് വിചാരിക്കും. കാര്യം നമ്മൾക്ക് പോസിറ്റീവായിട്ടാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ കൂടിയും നമ്മൾ ആ ഒരു ഭയപ്പാട് നമ്മളുടെ മനസ്സിന്റെ ഒരു കോണിലുണ്ടെങ്കിൽ അതിലേക്കാണ് എന്താ പറയാ അട്രാക്ട് ചെയ്യപ്പെടുന്നത്. റോണ്ടവരും പറയുന്ന പോലെ നമ്മൾ എന്താണോ കൂടുതൽ അട്രാക്ട് ചെയ്യപ്പെടുന്നത് അവിടേക്ക് നമ്മൾ ആകർഷിക്കപ്പെടും എന്ന് പറയുന്നത് പോലെ അങ്ങനെയാണ്. അപ്പൊ കുറെ കാര്യങ്ങളിൽ എനിക്കും തോന്നിയിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ജീവിച്ചു വന്ന ചുറ്റുപാടിൽ നിന്ന് ഒരുപാട് ഭയപ്പാടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അട്രാക്ട് ഇപ്പോഴാണ് നമ്മൾക്ക് എന്താണ് പോസിറ്റീവ്നെസ് എന്താണ്, എങ്ങനെ അഫർമേഷൻസ് കൊടുക്കണം, ഈവൻ നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോലും അതിനെ എങ്ങനെ നമ്മൾ എന്തെങ്കിലും ഒരു ചെറിയ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് സംഭവിക്കാനുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യണം എന്ന് തോന്നി തുടങ്ങിയത് ഇപ്പോഴാണ്. അപ്പോ ആദ്യമൊന്നും നമ്മൾക്ക് അങ്ങനെ അറിയുന്നുണ്ടായിരുന്നില്ല ആ ഒരു റിയാലിറ്റിയെ കുറിച്ച്. പിന്നെ റെസ്പോൺസിബിലിറ്റി എടുത്ത് പറയും, നമ്മൾ ഈവൻ നമ്മള് ആരെങ്കിലും വഴക്കു പറയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ചെയ്ത തെറ്റുകൾ കൊണ്ടാവാം നമ്മൾ കുറ്റപ്പെടുത്തുന്നത് മറ്റുള്ളവരെ ആവും. പക്ഷെ ഫോർഗിവ്നെസ് ചെയ്യാൻ തുടങ്ങിയതോടെയാണ് നമ്മളുടെ റെസ്പോൺസിബിലിറ്റി ആണ് എന്ന് നമുക്ക് തോന്നി തുടങ്ങി. പല കാര്യങ്ങളും ഫോർഗിവ്നെസ് ചെയ്യുമ്പോൾ ഞാൻ വിചാരിക്കും ശരിയാണ്, എന്റെയും കൂടി റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ നമുക്ക് ആ ഒരു ഫോർഗിവ്നെസ് പറയാൻ നമുക്ക് തോന്നുന്നത് അതിലൂടെ. അപ്പോ നമ്മളുടെ മെന്റാലിറ്റിയെ മാറ്റുക, നമ്മളുടെ ചിന്തകളെ മാറ്റുക എന്നുള്ളതാണ് സാറിന്റെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായത്. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. വളരെ സന്തോഷം. താങ്ക് യു സർ. താങ്ക് യു ദിവ്യ, താങ്ക് യു സോ മച്ച്. താങ്ക്സ്. താങ്ക് യു ദിവ്യ മാം. ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനുണ്ടെങ്കിൽ വിൻസെന്റ് മാം. സാർ പറഞ്ഞു. ഗുഡ് മോർണിംഗ് സാറേ. മോർണിംഗ്. സാറ് പറഞ്ഞത് ഞങ്ങളെ 100% സമ്മതിക്കുന്നു. കാരണം നമ്മുടെ വിചാരങ്ങൾ നമ്മളത് പോസിറ്റീവായിട്ട് നെഗറ്റീവായാലും അത് ബൂമറാങ് ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ തന്നെ അതിൻ്റെ ഒരു ചെറിയ ഒരു ചലനം ഉണ്ടാവും. നമ്മുടെ ജീവിതത്തിൽ അത് ബാധിക്കുകയും ചെയ്യും, അതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടാവും. പക്ഷെ ചെറിയൊരു സംശയം, അത് ഞാൻ ഡിബേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷെ ഒരു ഡൗട്ട് പറയാണ്. 100% ശരിയാവണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ വിചാരിക്കാത്ത, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത, നമ്മൾ മനസ്സിൽ പോലും സങ്കല്പിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മൾ അതിൻ്റെ ഇരയാവാറുണ്ട്. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ക്ലിയർ ചെയ്യാം. ഞാനൊരു കോപ്പറേറ്റീവ് ബാങ്കിൽ റിട്ടയറായിട്ട് കുറച്ച് രൂപ, ഒരു 12 ലക്ഷം രൂപ ഒരു കോപ്പറേറ്റീവ് ബാങ്കിലൂടെ ചെയ്യുന്നു.
ഇപ്പൊ കരുവന്നൂർ ബാങ്ക്, കോപ്പറേറ്റീവ് ബാങ്കിലൊക്കെ നടന്ന പോലും എൻ്റെ മനസ്സിൽ ഈ ബാങ്കിൽ നിന്ന് അങ്ങനെ ഒരു 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 സംഭവം ഉണ്ടാവുമെന്ന് പ്രതീക്ഷയില്ല. പക്ഷെ എൻ്റെ 12 ലക്ഷം പോയി. അത് ഞാൻ വിചാരിച്ചിട്ട് പോലും ഇല്ല. കാരണം അവിടെ ആ സംഭവം നടന്നിട്ട് പോലും എൻ്റെ മനസ്സിൽ വന്നില്ല. കാരണം ഇവര് ബാങ്ക് റിനോവേറ്റ് ചെയ്യണ്ടായിരുന്നു, പെയിന്റ് ചെയ്ത് പുതിയ ബാങ്ക് ഓഫീസ് ബിൽഡിംഗ് ഒക്കെ മാറ്റി. അപ്പൊ എൻ്റെ മനസ്സിൽ ഒരിക്കലും ചെയ്യില്ല. ഞാൻ ഓൾമോസ്റ്റ് ഓഫ് ദ ടൈം ബാംഗ്ലൂർ പോകും. ഇപ്പൊ നാട്ടിലേക്ക് ചിലപ്പോൾ വരും, ബുക്ക് ഒന്ന് ചെയ്യും, അതിൻ്റെ ഇൻട്രസ്റ്റ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റിന്റെ ഇൻട്രസ്റ്റ് ഉള്ളത് അതെടുക്കും. അങ്ങനെ അതാണ് എൻ്റെ ജീവിതം. അപ്പൊ ഞാൻ ഒരിക്കലും അത് പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ അറിയാൻ തന്നെ ഞാൻ എനിക്ക് വിക്റ്റിമായിപ്പോയി. ഇത് നമ്മൾ ബൂമറാങ് ചെയ്ത് നമ്മുടെ ചിന്തകളിൽ കൂടെ പോയി വന്നാൽ അത് എനിക്ക് എന്നെ കുറ്റപ്പെടുത്താൻ പറ്റുന്നില്ല. അതേസമയത്ത് എൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളുണ്ട്, എൻ്റെ തന്നെ തെറ്റുകളുകൊണ്ടും എൻ്റെ വിചാരങ്ങൾ കൊണ്ടും എനിക്ക് പലപ്പോഴും നമ്മൾ പറ്റിയിട്ടുണ്ട്. പക്ഷെ ഈ ഒരു കാര്യത്തിൽ മാത്രം എനിക്കത് നമ്മുടെ യോജിക്കണില്ല. ഞാൻ പറഞ്ഞ വെച്ചാൽ ഇപ്പം പല സിറ്റുവേഷൻസിലും വിക്ടിം ഉണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞ ഒരു കാര്യം സാറ് നോക്കി അറിയാൻ പറ്റും. ഒന്നാമത്തെ ഞാൻ അതുകൊണ്ടാണ് പലപ്പോഴും എന്റെ ക്ലാസ്സുകളിലൊക്കെ ഞാൻ കൂടുതലും പറയാറുള്ള ഒരു കാര്യം ഇതാണെന്ന് വെച്ചാല്, നമ്മൾ മാക്സിമം, ഞാൻ വായിക്കുന്നുണ്ട് ഇല്ലാന്നല്ല, നമ്മള് മാക്സിമം നെഗറ്റീവ് ന്യൂസസ് ലൈക്ക് അത് നമ്മൾ അത്രയും വായിക്കാതിരിക്കായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പൊ കരുവന്നൂർ ബാങ്ക് അല്ലെങ്കിൽ അങ്ങനത്തെ കുറെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് ആളുകളിൽ അറിയാതെ ചിന്തിച്ചു പോകും. കാര്യം നമുക്കിപ്പോ ഞാൻ പറഞ്ഞ ചിന്തകൾ കൊണ്ട് മാത്രം വരുന്നതല്ല, അതല്ലെങ്കിൽ രണ്ടാമത്തെ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഇൻസിഡൻസിന് വേറൊരു കാര്യമുണ്ട്. ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ലേണിംഗ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഇപ്പൊ നമുക്കിപ്പം ഈ പൈസ ഒക്കെ നഷ്ടപ്പെടുന്നത് ചിലപ്പോ നമ്മളിപ്പം നമ്മുടെ ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നമ്മൾ ഈ അടുത്തുണ്ടായ ഒരു സിറ്റുവേഷൻ ആയിരിക്കില്ല. കാര്യം ഭൂരിഭാഗം കേസുകളിലും എന്തുകൊണ്ട് അങ്ങനെ വരുന്നു വെച്ച് കഴിഞ്ഞാല്, ഇപ്പം ഇനിയിപ്പോ ഒന്നും അല്ലെങ്കിൽ നമ്മുടെ പാരന്റ്സിന്റെയോ അല്ലെങ്കിൽ നമ്മുടെ സിറ്റുവേഷൻസിനൊക്കെ വെച്ചിട്ട് നമുക്ക് വരാം. അതല്ലെങ്കിൽ പിന്നെ നമുക്ക് ആ പൈസ നഷ്ടപ്പെടുന്നതിലൂടെ ചിലപ്പോൾ നമുക്കൊരു ലെസൺ വരാം. നമ്മളെല്ലാം ചിന്തിച്ചുണ്ടാക്കുന്ന മാത്രമല്ല, ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു നല്ലൊരു ലെസൺ അല്ലെങ്കിൽ അതിലൂടെ എന്തെങ്കിലും ഒരു നന്മ വരാനുണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ദിവസം നെക്സ്റ്റ് ക്ലാസ് എടുക്കാം, ഒരു റിവേഴ്സ് പാരനോയിഡ് എന്ന് പറഞ്ഞ സംഭവമാണ്. സാർ ഇപ്പൊ ഈ ഒരു ഇൻസിഡന്റിൽ എനിക്ക് തരാനുള്ള ഒരു അഡ്വൈസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 12 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു, ഇത് സാറിന്റെ ഒരു പ്രശ്നം കൊണ്ടല്ല നഷ്ടപ്പെട്ടത്. അപ്പൊ ഇന്ന് മുതൽ സാറ് പറയേണ്ട ഒരു കാര്യം വെച്ചാല്, ദൈവമേ മീൻസ് അങ്ങനെ വിളിക്കുന്നതാണെങ്കിൽ ഈശോയോ ദൈവമേ വാട്ട് ഔട്ട് തിങ്, ദൈവം എനിക്ക് ഇതിന്റെ പിന്നിലെ നന്മയെ കാണിച്ചു തരണേ എന്ന് പറഞ്ഞു ഡെയിലി പ്രാർത്ഥിക്കുക. എന്തായാലും പൈസ പോയല്ലോ, വാട്ട് ഈസ് ദ ബെസ്റ്റ് തിങ് ബിഹൈൻഡ് ദിസ് ഇൻസിഡന്റ്, എനിക്കിതൊന്ന് കാണിച്ചു തരണേ, നിങ്ങളൊന്ന് പ്രാർത്ഥിച്ചു കൊടുക്കുക. സാറ് വൈകാതെ തന്നെ അതിന്റെ ഒരു പോസിറ്റീവ് സൈഡ് സാറിന് കാണാൻ പറ്റും. കാര്യം നമ്മൾ അത് ഓർത്ത് ഇപ്പൊ പോയത് പോയി, നമ്മൾ അതിനോർത്ത് വിഷമിച്ച് സങ്കടപ്പെട്ടിരുന്നു കഴിഞ്ഞാൽ ഇനിയും ഇതുപോലുള്ള സിറ്റുവേഷൻസ് നമ്മൾ അട്രാക്ട് ചെയ്യും, ഒന്നിന് പുറകെ ഒന്നായിട്ട് വരും. അപ്പൊ നമ്മൾ വീണ്ടും വിക്ടിം മെന്റാലിറ്റിയിലേക്ക് പോകും. കാര്യം അയ്യോ എനിക്ക് മാത്രം എന്തെങ്കിലും സംഭവിക്കുന്നു, ഒരു തെറ്റും ചെയ്യാത്ത എന്റെ 12 ലക്ഷം പോയല്ലോ എന്ന് ചിന്തിച്ച് നമ്മൾ വീണ്ടും അടുത്തൊരു ഇൻസിഡന്റിനെ കൂടി നമ്മൾ അട്രാക്ട് ചെയ്യും. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ട കേസ് എന്ന് വെച്ചാല്, ദൈവം ഇതിന്റെ പിന്നിലെ നന്മയെ എനിക്ക് കാണിച്ചു തരണേ, ദ ബെസ്റ്റ് തിങ് ഇത് ചെയ്യണേ, അല്ലെങ്കിൽ ഇതിലൂടെ എനിക്ക് എന്ത് നേട്ടമാണ് വരാൻ പോണെന്ന് കാണിച്ചു തന്നാൽ വൈകാതെ തന്നെ സാറ് ഡെയിലി പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ സാറിന് വൈകാതെ തന്നെ സാറിന് ഇതിലും നല്ലൊരു നന്മ, ഈ നഷ്ടപ്പെട്ടതിന്റെ ഇരട്ടി കിട്ടുന്ന നന്മ സാറിനിലേക്ക് വരുന്ന സാറിന് കാണാൻ പറ്റും. സോ യു ക്യാൻ യൂസ് ദിസ് ബാഡ് ഇൻസിഡന്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഗെറ്റ് പോസിറ്റീവ് തിങ്സ് ഇൻ യുവർ ലൈഫ്. എന്തെങ്കിലും ബാഡ് സംഭവിച്ചാൽ ഓക്കെ, ഷോ മീ ദ ബെസ്റ്റ് വൺ. എന്താ മാജിക്കിലുള്ളതല്ല ഒരാള്, ബി മാജിക് ഞാൻ കണ്ടിട്ട് പോലുമില്ല. ബി മാജിക്കിലെ കൂടെ നമ്മൾ അറിഞ്ഞ ഒരാളെ എൻ്റെ 10,000 rupees മേടിച്ചു. ഇങ്ങനെ കണ്ടു പരിചയമുള്ളൂ, അല്ലാതെ നേരിട്ട് പരിചയമില്ല. അത് ഇതുവരെ കിട്ടിയിട്ടില്ല. 2 മാസം കൊച്ചിന്റെ ഇത് കോളേജിലേക്ക് കൊടുക്കാനാണെങ്കിൽ കോളേജിൽ പുറത്താക്കുന്നു പറഞ്ഞപ്പോൾ 25,000 ചോദിച്ചു. നമ്മൾ എൻ്റെ അത്ര ഇല്ല, 10,000 അറൗണ്ട് 10,000 കൊടുക്കും. 3 കൊല്ലം ഒരു കാര്യം പറഞ്ഞ 6:30 ആയി. എനിക്കൊരു കൺസേൺ, എനിക്ക് ഇതിനും സാറിന് മറുപടി തരാം. മണി സാറെ, പ്രകാശൻ സാറെ ഫീഡ്ബാക്കിന് ഇല്ല, ഞാനൊന്ന് ലീവ് ചെയ്യാണ്. വേറെ ഒന്നുകൊണ്ടല്ല സാറേ, അല്ല വേറെ ഒന്നുകൊണ്ടല്ല, 6:30 ആയതുകൊണ്ടല്ല. എനിക്ക് 6:30 ആയാലും കുഴപ്പമില്ല. ഞാൻ അടുത്ത ഒരു പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുക്കുന്നില്ല, അത് 6:30 തുടങ്ങും. നമ്മുടെ പോസിറ്റീവ് കമ്മ്യൂണിറ്റിയിൽ ആസ്ക് എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഞാൻ എടുക്കുന്നുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇപ്പൊ നമ്മൾ വേണമെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇടാം. 6:30 ആ ക്ലാസ് തുടങ്ങും. 6:40 അവർ തുടങ്ങുമ്പോൾ, പക്ഷെ 6:30 നമ്മൾ ജോയിൻ ചെയ്യണം. അപ്പൊ അതുകൊണ്ട് ഇറ്റ്സ് ഓക്കെ. പക്ഷെ സാറേ, ഈ കട മേടിച്ച കേസിലുണ്ടല്ലോ, ഞാൻ എന്റെ ഒരു പ്രിൻസിപ്പിൾ ഞാൻ പറയാം. ഞാൻ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യം വെച്ചാൽ, വളരെ കുറച്ച് നാളായിട്ടുള്ള ഞാൻ ചെയ്തു തുടങ്ങിയിട്ട് ഞാൻ ഒരിക്കലും കടം കൊടുക്കാറില്ല. കാര്യത്തില് കടം കൊടുക്കാറില്ല ഇൻ ദ സെൻസ്, എനിക്ക് ആവശ്യമില്ല, മീൻസ് എനിക്ക് ദാനം ചെയ്യാൻ പറ്റുന്ന പൈസ മാത്രമാണ്
ഞാൻ കടം കൊടുക്കാറുള്ളൂ. ഒരിക്കലും ഞാൻ തിരിച്ചു കിട്ടുന്ന പ്രതീക്ഷ കൊടുക്കാറില്ല. ഒരിക്കലും അങ്ങനെ കൊടുക്കുകയും ചെയ്യരുത്. കാര്യം എന്ന് വെച്ചാല് ആ പൈസ തിരിച്ചു കിട്ടുന്നുള്ള പ്രതീക്ഷ. ഇപ്പൊ സാറിന് സങ്കടമായില്ലേ, ഒരു പരിചയമില്ലാത്ത ഒരാള് പൈസ മേടിച്ചിട്ട് തരാനായപ്പോ നമുക്ക് വിഷമം. അപ്പൊ ഞാൻ ചെയ്യുന്ന കാര്യം വെച്ചാല് ഞാൻ പൈസ കുറച്ചൊക്കെ ധ്യാനമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പൊ ആരെങ്കിലും എന്നോട് ചോദിച്ചാൽ ആ കാശ് കൊടുത്തേണ്ട് ഞാൻ അത് ഫോർഗെറ്റ് ചെയ്യാറ് പതിവ്. കാര്യം അത് തിരിച്ച് കിട്ടുമ്പോൾ കിട്ടട്ടെ എന്ന് വിചാരിക്കും. ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കൂല. എനിക്കത് കൊടുക്കാൻ എനിക്ക് നഷ്ടപ്പെടാൻ പറ്റാത്തൊരു പൈസ ആണെങ്കിൽ ഐ നെവർ ഗിവ് എനി മണി. കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളത് മറന്നേക്കാം, അത് വരുമ്പോ വരും. ഞാനും അങ്ങനെയാ സാറ്. ഞാനും കൊടുത്തപ്പോ ഞാൻ ഉദ്ദേശിച്ചല്ല കൊടുത്തത്, തിരിച്ചു കിട്ടണം. പക്ഷെ ഇങ്ങനെ ഒരു ഡിബാറ്റ് എനിക്ക് ഉണ്ടായപ്പോ ഞാൻ മനസ്സിൽ ചിന്തിച്ചു പോയി, അത് 10 പോയല്ലോ. എനിക്ക് ഞാൻ ചോദിച്ചിട്ടില്ല ഇതുവരെ. അത് ഞാൻ പറയാം സാറേ, ഞാൻ പറയാൻ വെച്ചാൽ അതുകൊണ്ട് സാറ് ഈ ഒരു വിക്ടിം മെന്റാലിറ്റി മാറ്റിയില്ലെങ്കിൽ എന്താ പ്രശ്നം, ഇതുപോലെ പൈസ പിന്നെയും പോകും. അപ്പൊ നമ്മൾ 12 ലക്ഷം പോയി, ഇപ്പൊ 10,000 പോയി. ഞാൻ പറഞ്ഞ ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് സാറ് എത്രയും പെട്ടെന്ന് മാറ്റിക്കോ. എന്നിട്ട് സാർ ഇങ്ങനെ പറയാ, ഇതിന്റെ പിന്നിലെ നന്മ എനിക്ക് കാണിച്ചു തരണേ, ഇതിന്റെ പിന്നിലെ ഒരു ബെസ്റ്റ് തിങ് എനിക്ക് കാണിച്ചു തരുന്ന പറഞ്ഞാല് ബെസ്റ്റ് ആയിരിക്കും. എനിവേ, താങ്ക് യു സോ മച്ച്. മുഫീദ, ഞാനൊന്ന് ലീവ് ചെയ്തോട്ടെ. താങ്ക് യു സർ. താങ്ക് യു. താങ്ക് യു സോ മച്ച്. Thank you, sir. Thank you very much. Thank you all. ഓക്കെ, അപ്പം പ്രകാശൻ സാറും മണി സാറും ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോറി, നമുക്ക് നിങ്ങൾക്ക് ഇപ്പോ ഓസിൻ സാർ കേൾക്കണമെന്നുണ്ടോ, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് പറയാനായി, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനാണോ? ഇല്ല, ഒന്നുമില്ല, അത് നല്ല ക്ലാസ് ആയിരുന്നു പറയാനാണ്, പറഞ്ഞത്രേ ഉള്ളൂ. ഓക്കെ, സാറിന് മറ്റൊരു സെഷൻ ഉള്ളതുകൊണ്ട് സാറിന് പെട്ടെന്ന് ലീവ് ചെയ്യേണ്ടി വന്നത്. അപ്പോ നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. സോ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇന്നത്തെ ക്ലാസ് അത്രയും യൂസ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും നിങ്ങൾക്ക്. അപ്പൊ ഇന്നത്തെ ഈ സെഷൻ എടുത്ത ഓസ്റ്റിൻ സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. അതുപോലെ തന്നെ ഇതിൽ ജോയിൻ ചെയ്ത ഈ ഒരു ബിമാജിക് കമ്മ്യൂണിറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. സോറി ഫോർ ടേക്കിംഗ് ടൈം. താങ്ക് യു.